ഹണി റോസിനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും മാറ്റി തിരുത്തി എഴുതിയാണ് ഹണി റോസ് ഇപ്പോൾ മീഡിയയിൽ നിൽക്കുന്നത്. തൻ്റെ പാഷൻ ഒന്നുകൊണ്ട് മാത്രം സിനിമയിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് താനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹണി റോസ്. ആ വീഡിയോ കണ്ടിരുന്നു. എത്ര വളരെ മനോഹരമായിട്ടാ സംസാരിക്കുന്നത്. തീർച്ചയായും എത്ര പ്ലസന്റാ. മുൻപൊന്നും ഞാൻ അവരെ ഇത്ര ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്രയധികം ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നുമില്ല. പക്ഷെ ഇവരെ കൊണ്ട് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ആ ഒരു സ്ത്രീക്ക് സാധിച്ചു. അപ്പൊ എനിക്ക് ശരിക്കും ഒരു ബഹുമാനം തന്നെയാണ് അവരോട് തോന്നുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും അവരെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു വസ്ത്രധാരണത്തെ പറ്റി ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നത് എന്താണെന്നോ ശരിയാ, മാന്യമായി അല്ലെങ്കിൽ മാന്യമായ വസ്ത്രം ധരിക്കണം. അപ്പോൾ അതിന് തന്നെ മറുപടിയായിട്ട് പലരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. മറ്റു ചിലർ ചോദിക്കുന്നുണ്ട്, എന്താണ് മാന്യമായ വസ്ത്രം? ഞാൻ പറയട്ടെ, നമ്മളെ ഇതിന്റെ പേര് ചിലപ്പോൾ എന്നെ ഒരു കേസ് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ മാന്യമായ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടും വയറും ബാക്കും കാണിക്കുന്ന സാരി ആയിരിക്കാം ഇവർ മാന്യമായ ഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, അതാ അറിയില്ല. അല്ല, അവർ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, എന്ത് ധരിക്കണം എന്ന് അവർ പറഞ്ഞു കൊടുക്കട്ടെ. അല്ലാതെ മാന്യമായ ഡ്രസ്സ് ഒന്ന് ത്രൂ ഔട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് കുഴപ്പം? ഈ പറയുന്ന ഇന്റർവ്യൂവിൽ ഒരു പ്രസക്തമായ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നി, ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു സ്ലീവ്ലെസ് ഇടാൻ പോലും പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവര് മറുപടി ഭയങ്കര ചിന്തിക്കേണ്ട മറുപടിയാണ്. അത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അന്ന് അവർക്ക് 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവരൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണമായ ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയോ വന്നു പെട്ടതാണ്. അല്ലെങ്കിൽ അവർ പ്രീ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും നമ്മൾ പറയുന്ന പോലെ നെപ്പോട്ടിസോ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിയും ഉണ്ടായിട്ടല്ല. അവർ എങ്ങനെയോ ആ ഒരു ഫീൽഡിൽ വന്നു. അതിന് വലിയൊരു ബ്ലെസ്സിങ് കൂടിയായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. അതിനുശേഷം അവർക്ക് കിട്ടിയ റോളുകൾ അവർ ചെയ്യുന്നു. അന്ന് സ്ലീവ്ലെസ് ഇടാൻ പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അവർ കൃത്യമായി അതിൽ പറയുന്നുണ്ട്, ഇതെല്ലാം നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമായിരുന്നു. അന്ന് അവർക്ക് അതായിരുന്നു ചിന്ത, അയ്യോ നാണക്കേടാണല്ലോ, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് അവരുടെ ചിന്ത മാറി. കാരണം ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മിനിറ്റുകൾ കഴിയും തോറും മനുഷ്യന്റെ ചിന്തകൾ മാറുകയാണ്. മനുഷ്യൻ വളരുകയാണ് കൂടുതൽ. അല്ലാതെ നമ്മൾ താഴോട്ടല്ലല്ലോ പോകുന്നത്. അതെ, അതിനകത്ത് ഹണി റോസ് പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. വളരെ കൃത്യമായ മറുപടികൾ. കാരണം നേരെ ചൊവ്വ എന്ന് പറഞ്ഞാൽ മനോരമയുടെ പ്രോഗ്രാമിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ആങ്കറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ജോണി. യെസ്, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും ഷാർപ്പായിരിക്കും. എന്നാൽ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. എന്നെ പോലെ ഇങ്ങനെ കാറ് കൂവിയൊന്നും അദ്ദേഹം ചോദിക്കത്തില്ല. പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ട്, എങ്കിലും ഒരു പുരുഷനാണ്, വളരെ സോഫ്റ്റ് ആൻഡ് സട്ടിലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് അമ്പ് ചെയ്യുന്ന പോലെയാണ്. അതുപോലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ചോദിക്കുകയും ചെയ്യും. കൊള്ളണ്ടവർക്ക് കൊള്ളും. അവർ മറുപടി പറയാതെ അവർക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരോടൊന്ന് ബബ്ബ വയ്ക്കും. പക്ഷെ ഹണി ആ ചിരിച്ച മുഖത്തോടു കൂടി അവർ നടിയാണ്. അവസാനം വരെ എങ്ങനെ ഹണി റോസിന് ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്ന പല ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചിട്ടും എല്ലാത്തിനും വളരെ ശാന്തവും കൃത്യവുമായ മറുപടി ഹണിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഇൻഡിവിജ്വാലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹണി റോസ് ഈ പറയുന്ന പോലെ ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തതും. അതൊരു പക്ഷെ പലർക്കും അതും പറയുന്നുണ്ടല്ലോ, അത്രയും സഹിക്കെട്ടിട്ടാണ്. അതായത് കൊറോണ കാലത്തിന് ശേഷം ഇതുപോലെ സൈബർ ബുള്ളിങ് അനുഭവിച്ചൊരു വ്യക്തി ലോകത്ത് തന്നെ കാണത്തില്ലെന്നാണ് സ്വയം അവർക്കത് അറിയാം. ഡിപ്രഷന്റെ ഗുളിക കഴിക്കുമ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി ആൾക്കാരെ നോക്കിയിരുന്നു. അത് ശീലിച്ചുകൊണ്ടാവാം ഹണി റോസ് ഇപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ദേഷ്യത്തിന്റെ ലാഞ്ചന അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പിരികം ചുളുക്കുകയോ കണ്ണിലൊരു ഇഷ്ടക്കേട് കാണിക്കുകയോ ഒന്നും ഹണി ചെയ്തിട്ടില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യം, അത് പ്രീ പ്ലാൻഡ് ആയിട്ടോ സ്ക്രിപ്റ്റഡ് ആയിട്ടോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കൃത്യമായിട്ട് ചടുലമായിട്ടുള്ള പ്രീ പ്ലാൻഡോ സ്ക്രിപ്റ്റഡ് ആണ്. ഒരു വ്യക്തിക്കും ഒരിക്കലും ഇത്രയും ഇരിക്കാൻ പറ്റില്ല, ഇത്രയും കൂൾ മൈൻഡ് ആയിട്ട്. അപ്പൊ ഹണി പറയുന്ന ഒരു പോയിന്റ്, അവിടെ ഹണി പുരുഷന്മാർ ഇത്രയും അവർ സൈബർ ബുള്ളിങ് ചെയ്തതിൽ അവർ പറയുന്നതും, ഞാൻ കൂടുതലും പുരുഷന്മാരുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ അപ്പ അല്ലെങ്കിൽ അമ്മ സ്ത്രീ അവർ പറയുന്നത്, ദൗർഭാഗ്യവശാൽ എനിക്ക് സ്ത്രീകളുടെ സപ്പോർട്ട് അത് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, അവരുടെ പ്രൊഫഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് പുരുഷന്മാരാണ് എനിക്ക് ചുറ്റിനും ഉണ്ടായിരുന്നത്, എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ പുരുഷന്മാരാണ്. അന്തസ്സുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയെയും ഇങ്ങനെ തേജോവധം ചെയ്യില്ല എന്ന് തന്നെയാണ് അത് പറഞ്ഞല്ലോ. അത്രയും കഴിവ് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. ഒരാളെ അത്രയും തേജോവധം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുള്ളി ചെയ്യാനുള്ള ഒരു കഴിവ് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ ചുറ്റുമുള്ള എല്ലാ സുഹൃത്തുക്കളും കൂടുതലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരെല്ലാം ആൺ സുഹൃത്തുക്കൾ തന്നെയാണെന്നാണ് അവര് തുറന്നു പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ പുതിയ കുലപുരുഷനാണല്ലോ രാഹുൽ ഈശ്വർ, സോക്കോൾഡ് കുലപുരുഷൻ. അദ്ദേഹമാണല്ലോ അതും അദ്ദേഹം ഇൻഡയറക്ട്ലി ചോദിക്കുന്നുണ്ട് ഈ 2 പേരുടെ പേരും അല്ലെങ്കിൽ ഈ ഒരു കേസിനെ പോയതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അതും വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞത്, കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പരിമിതികളുണ്ട്. അതും എൻ്റെ അത്രയും ആ ഒരു അവസ്ഥ അത്രയും എത്തിയിട്ടാണ്. അല്ലെങ്കിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അവർക്ക് ഈ പറയുന്ന പോലെ ഒരാള് മുൻകൂർ ജാമ്യാപേക്ഷയുമായി നടക്കുന്നു, ഒരാൾ കുറച്ച് ദിവസങ്ങൾ ജയിലിൽ കഴിഞ്ഞു, അതിനുശേഷം വെളിയിലിറങ്ങി. അപ്പോൾ ഇതിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നായിരുന്നു ഒരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ഒരിക്കലും ഇല്ല. കാരണം
അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവരത് അവരുടെ നിവൃത്തിയോടുകൊണ്ട് ചെയ്ത, അല്ലാതെ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ ചെയ്തില്ല. പക്ഷെ അവർക്ക് സന്തോഷമുണ്ട്. എന്തിനാണെന്നോ, അവർ ഇതുവരെയുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിക്കോട്ടെ, ഇത്രയും നാളും ഭയങ്കര മോശമായിട്ടുള്ള കമൻസുകൾ വന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് മനസ്സമാധാനമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. എല്ലാം നല്ല കമൻസ് ആണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല തുടക്കമാണ്. അത് ഈ ഹണി റോസ് അത് അവർ തന്നെ പറഞ്ഞു, എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ സംഭവം ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഇതൊരു നല്ല മാറ്റമാവും. ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷെ അത് 100% സക്സസ് ആവുകയും ചെയ്തു, ഇല്ലേ? അതെ അതെ. അത് മാത്രമല്ല ഹണി അതിനകത്ത് പറയുന്നത്, ഇപ്പോൾ വേഷത്തിന്റെ കാര്യം പറഞ്ഞാൽ അവർ ചോദിക്കുന്ന പോലെ വേഷം മാത്രം എടുത്ത് പറഞ്ഞല്ല അവരെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ശരീരഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിടുന്ന വസ്ത്രങ്ങളെക്കാളും അവരുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറയാവുന്നതിനപ്പുറം പറഞ്ഞ് സഹിക്ക വയ്യാതെയാണ് അവരിതിലേക്ക് ഇറങ്ങിയെന്ന് പറയുന്നത്. കാരണം ഇനി ഒരു സ്ത്രീക്കും ഒരു സെലിബ്രിറ്റിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നൊരു ചിന്ത അവർക്ക് എന്തായാലും അവരുടെ കണ്ണുകളിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് അതുവരെ അവരെപ്പോഴും അതിനകത്ത് എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. മാക്സിമം സമാധാനത്തോടെ ഒഴിഞ്ഞു പോകാൻ ഞാൻ എല്ലായ്പ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ നളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ ഹണി റോസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ചെയ്തത്. പറയാവുന്നതിന്റെ അങ്ങേയപ്പുറം ഇരുന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുത്തനും മിണ്ടാൻ വയ്യ. ആരും മിണ്ടിയാലും സ്ത്രീകൾക്ക് ഇപ്പോൾ പരാതി കൊടുത്താൽ അപ്പം തന്നെ അറസ്റ്റാണ് കൊടുക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഈ പരാമർശങ്ങൾ അവിഹിത ഈ പറയുന്ന പോലെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഇട്ടാൽ ഇനി തൊട്ട് വാട്സപ്പിലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ 10 മണിക്ക് ശേഷം അയച്ചാൽ കുറ്റകരമാണെന്നൊക്കെയാണ് പറയുന്നത്. പുതിയൊരു വാർത്തയൊക്കെ കരക്കമ്പിയൊക്കെ നേരിട്ടുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഹണി കാണിച്ചൊരു ധൈര്യം നമുക്ക് വളരെ ധൈര്യം തന്നെ. കാരണം ഒരു സിനിമാ നടിയാണ്. അവർ ചോദിക്കുന്ന പോലെ ഈ പറയുന്ന പോലെ ഈ 20 വർഷമായെന്നാണ് പറയുന്നത്. ഈ 20 years ആയിട്ട് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. ആ 20 years ആയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പൈസയുടെ കാര്യം. അപ്പോൾ ഹണി മലയാളികളെ കളിയാക്കിയ ഒരു കാര്യം എന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വിചിത്രമായ ജീവികളെ ഈ സൈബറിടത്ത് മാത്രമേ കാണത്തുള്ളൂ. കാരണം എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാരെ, പ്രത്യേകിച്ചും ഈ ഇന്റർനെറ്റിന്റെ ലോകത്തിരുന്നോണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നീയൊക്കെ പൈസ വാങ്ങിച്ചിട്ടല്ലേ ഇത് ചെയ്യാൻ പോകുന്നത്? അത് കേട്ടപ്പോൾ എനിക്കും അത്ഭുതം തോന്നി കേട്ടോ. നല്ല അത്രയും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കും അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റില്ല. ആർക്കാണ് പൈസ ആവശ്യമില്ലാത്ത, അല്ലേ? അതെ. ഹണി ചോദിക്കുന്ന ഒരു ചോദ്യം, ഹണിയെന്നല്ല ഒരുപക്ഷെ ഞാനെന്നല്ല പൗർണമി എന്നല്ല ആരും ജീവിതത്തിൽ എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞ് പണിയെടുക്കാൻ വരുന്ന, അല്ലെങ്കിൽ നോർമലി പോലും വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇന്നത്തെ ലോകത്ത് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൈസ ആർക്കാണ് വേണ്ടത്? എനിക്കും തനിക്കും ഈ ഇരിക്കുന്ന എല്ലാ അതിനകത്ത് പറഞ്ഞാലും ക്രൂവിനും ഹണിക്കും എല്ലാവർക്കും പൈസ വേണം. പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ചോദിക്കുന്ന അർത്ഥം, നിനക്കൊക്കെ പൈസ മേടിച്ചിട്ടില്ലേ നീ ഈ പണി കാണിക്കാൻ നിൽക്കുന്നത്? പിന്നെ പൈസ മേടിക്കാതെ, അപ്പോഴും ഹണി പറയുന്നുണ്ട് പൈസ മേടിക്കാതെ ഒരുപാട് ഇനാഗുറേഷൻ പരിചയമുള്ളവർക്കും ഒക്കെ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഹണിയുടെ ഇനാഗുറേഷൻ ഇത്രയും സൈബർ ബുള്ളിങ്ങിൽ കയറിയാണ് ഇത്രയും ഫേമസ് ആയത്. അതിന് മുമ്പ് വരെയും ഹണി പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ഇനാഗുറേഷൻസ് പോകാൻ. എനിക്ക് അന്ന് മണിക്കൂട്ടനുമായിട്ടുള്ള പടം ഉണ്ടല്ലോ ബോയ് ഫ്രണ്ട്, ആ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ചിത്രത്തിൽ വിനയന്റെ ചിത്രത്തിൽ ആദ്യമായിട്ട് ഹണി വരുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഹണി ഞങ്ങളുടെ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഹണി നല്ല മിടിക്കുക കാണാൻ, നല്ല സുന്ദരി കുട്ടിയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ബൊമ്മ കുട്ടിയെ പോലെ ഇരിക്കും. അന്ന് ഹണി വരുമ്പോൾ അന്ന് തൊട്ട് അവർ സിനിമാ നടിയാണ്, അവരെ അറിയാം. അന്ന് തൊട്ട് അവർ ചെറിയ ഇനാഗുറേഷൻസ് പോകാറുണ്ട്. അന്ന് ഹണി പറയുന്ന ആ വൈബ്, എനിക്ക് സിനിമ ഇഷ്ടമാണ്, എൻ്റെ ചിലവർക്ക് വർക്കാവും ചിലവർക്ക് വർക്കാകത്തില്ല, പക്ഷെ എങ്കിലും എൻ്റെ പാഷൻ ഒന്നുകൊണ്ട് മാത്രം കടിച്ചു തൂങ്ങി കിടക്കാവുന്ന ഒരു പച്ചയ്ക്ക് ധൈര്യപൂർവ്വം പറയുന്നുണ്ട്. ആരെയും പേടിയില്ല എന്നുള്ളതിൻ്റെ കോർ തെളിവാണത്. ഇനി കടിച്ചു തൂങ്ങി കിടക്കുവാണ്. അവർ പറഞ്ഞല്ലോ, എനിക്ക് എന്നിൽ നല്ല വിശ്വാസം, അത് എനിക്കുണ്ട്, വിശ്വാസമുണ്ട്. എന്റെ അപ്പനും അമ്മയും ഭയങ്കര, നമുക്ക് പോലും ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ കോൺഫിഡൻസ് ആയി തോന്നിപ്പോ ഹണി കൊള്ളാല, അവർ വേറെ ലെവൽ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയേറെ വിമർശനങ്ങൾ വരുന്നു, ഇത്രയേറെ പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരില്ല. അതുപോലുള്ള വിമർശനങ്ങൾ ഇത്രയെല്ലാം ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഡൗൺ ആയിട്ട് വേണ്ടേ സംസാരിക്കും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു പ്രസന്നതയോടെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് അവർ ചോദിച്ചു, ആർക്കാണ് കാശ് ആവശ്യമില്ല, ആർക്കാണ് പൈസ ആവശ്യമില്ല. തൻ്റെ ചെറുപ്പത്തിൽ, അതായത് തൻ്റെ അച്ഛന് ഇതുപോലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ബന്ധുക്കളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ മുഖം ഒരു കുഞ്ഞെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ എന്നോടും ആ മുഖം അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കിട്ടാത്ത, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ അവസരം. ഞാൻ ആ അവസരം ഉപയോഗിക്കുന്നു. ഇപ്പം ഞാനത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്കത് തീർച്ചയായിട്ടും പോവും. പക്ഷേ അത്തരം കിട്ടുന്ന വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാതിരിക്കാൻ മാത്രം അഹങ്കാരിയുമല്ല വിവരം കെട്ടവളുമല്ല ടാഗ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഹണി വളരെ അന്തസ്സായിട്ട് നല്ലൊരു സാറ്റലൈറ്റ് ചാനൽ വന്നിട്ട്
വന്നിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓൺലൈൻ മീഡിയയിലോ സാറ്റലൈറ്റ് മീഡിയയിലോ എന്തെങ്കിലും ആയിക്കോട്ടെ നല്ലൊരു ചാനലിൽ വന്നിരുന്ന് നല്ലൊരു ഇൻ്റർവ്യൂവറെ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അന്തസ്സായിട്ട് കാര്യമായിട്ട് നല്ല അളന്ന് മുറിച്ച് കൃത്യമായിട്ട് പറയുകയും ചെയ്തു താൻ എന്താണ് ഇനി തൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഇനാഗുറേഷനിൽ എന്താണ് താൻ കണ്ടത്, തൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, തന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വരെ ഹണി നല്ല ക്രിസ്പായിട്ട് പറഞ്ഞു. ഇതാണ് അന്തസ്സ്. അല്ലാതെ ഓരോ ഡിജിറ്റൽ മീഡിയയിലും കയറുന്നതുകൊണ്ട് പട്ടി കുറയ്ക്കുന്ന പോലെ ഇരുന്ന് കുറയ്ക്കുന്ന കുറേ കുലപുരുഷന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവൾ അത് ചെയ്തു, ഓഹോ അവൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തമ്പു കൊടുത്തിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞല്ലേ എങ്കിൽ ഞാൻ അങ്ങനെ പറയാം എന്ന് പറഞ്ഞ് മിനിറ്റ് വെച്ച് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേമന്മാരല്ല ഹണി റോസിൻ്റെ ഒരു സംസ്കാരം ഉണ്ടെന്ന്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നും അവരെ ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവരെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക ഒരു പുകമറ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സൈബർ ഇടമാണ്. അല്ലാതെ ഒരിക്കലും ഹണി റോസിന് ചുറ്റും നിൽക്കുന്നവരല്ലെന്ന് നമുക്ക് ഇതോടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇനിയുള്ള വെഞ്ചേഴ്സിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ അത്രയും എക്സ്ട്രീം കോൺഫിഡൻ്റ് ആയിട്ടാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒന്ന് ഹണിയെ തൊടാൻ വരുന്നവർ, ഹണിയെ പോലുള്ള സെലിബ്രിറ്റീസിനെ ഡൗൺ ചെയ്യാൻ വരുന്ന സൈബർ റോളുകൾ ഇനി ഒന്ന് വിറയ്ക്കും.